ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ കുറേ നാളായി നിങ്ങളൊക്കെ കണ്ടിട്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു പുതിയൊരു ഐറ്റമായിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ജി സ്റ്റാറിൻ്റെ പുതിയൊരു റിമോട്ട് കിറ്റ് വന്നിട്ടുണ്ട്. ഇതൊരു 098 എന്ന് പറയുന്ന ഒരു 5.1 റിമോട്ട് കിറ്റാണ്. അപ്പോൾ ഇതിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളും ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നോർമലി നമ്മൾ ഇവരുടെ കിറ്റിൽ കണ്ട സെയിം റിമോട്ട് തന്നെയാണ് ഇതിൻ്റെ അകത്തും അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഓപ്ഷൻസ് ഒക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഞാനിത് കണക്ഷൻസ് എല്ലാം കൊടുക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതാണ് അവരുടെ മെയിൻ മദർ ബോർഡ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റ് നോർമലി നമ്മൾ 2.1ലും 5.1ൻ്റെ ഡോൾബി കിറ്റിലേക്ക് കണ്ട സെയിം ഡിസ്പ്ലേ തന്നെയാണ് അവർ ഇതിൻ്റെ അകത്തും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ബാക്ക് പാനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കണക്ടർ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എൻകോഡർ വന്നിട്ടുണ്ട്. ഈ എൻകോഡറിൻ്റെ സൈഡിൽ തന്നെ ഇവരൊരു ലൈറ്റ് എന്ന ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൈക്കിൻ്റെ സോക്കറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ റിമോട്ട് കിറ്റിൽ വരുന്നത്. 5.1 റിമോട്ട് കിറ്റ് ആണ്. നോർമലി നമ്മൾ 5.1 റിമോട്ട് കിറ്റ് പല കമ്പനിയുടെയും കണ്ടു കാണും. അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള തന്നെയാണ് അവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത്, നമ്മൾ നോർമൽ 5.1 റിമോട്ട് കിറ്റിൽ കാണാത്ത ഒരു ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ഒരു ARC ഇൻപുട്ട്, അതായത് നമുക്കൊരു TV എന്നൊക്കെ ഒരു ഓഡിയോ എടുത്തിട്ട് നമുക്ക് കേൾക്കണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇവരൊരു 6 ചാനൽ ഓഡിയോ ഇൻപുട്ട് ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കൊരു എക്സ്റ്റേണൽ ആയിട്ട് നമുക്കൊരു ഡീകോഡറൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബോർഡിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല ഒരു ക്വാളിറ്റി രീതിക്ക് തന്നെയാണ് അവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. ഇതൊരു 5.1ൻ്റെ ഒരു നോർമൽ റിമോട്ട് കിറ്റ് ആണ്. നമുക്കൊരു USB, ബ്ലൂടൂത്ത്, ഓക്സ്, FM, അതിൻ്റെ കൂടെ തന്നെ ഒരു മൈക്ക് ഇൻപുട്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത് 5 ചാനൽ ഓഡിയോ ഇൻപുട്ടും കൂടെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വയർ ഡയറക്റ്റ് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അല്ലാതെ നമുക്ക് സോക്കറ്റിലേക്കും വേണമെങ്കിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ബാക്കിൽ 2 ഓക്സ് ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ARC ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ സെയിം നോർമലി കണ്ട സെയിം ഡിസ്പ്ലേ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടൊരു USB-യുടെ പോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ സെൻട്രലായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കണക്ഷനും അതുപോലെ തന്നെ എൻകോഡറും, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഡിസ്പ്ലേയിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കണക്ഷൻസ് കൊടുത്തിട്ട് ഇതിൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. റിമോട്ടിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒപ്റ്റിക്കൽ ഓപ്ഷൻ ഉണ്ട്. ഒപ്റ്റിക്കൽ ഉണ്ട്, ഓക്സ് ഉണ്ട്, ARC 1, 2, കൊയാക്സിൽ, അതുപോലെ തന്നെ ഓക്സ് 1, 2, USB, ബ്ലൂടൂത്ത്, FM, അതുപോലെ തന്നെ AC3. ഇത് മൈക്കിന്റെ വോളിയം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും, അതേപോലെ തന്നെ ഈ എക്കോ, മ്യൂട്ട് ഓപ്ഷൻസ്. പിന്നെ ഇതൊരു നല്ല ഓപ്ഷനാണ്, സ്റ്റീരിയോയും അതേപോലെ തന്നെ ഒരു 5.1 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓരോ ചാനലിന്റെയും സൗണ്ട് കൂട്ടാനുള്ള ഒരു ഓപ്ഷൻസ് ഇതിന്റെ കറക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു പുതിയതായിട്ട് ട്രെബിള് കൂട്ടാനും കുറയ്ക്കാനും, അതേപോലെ തന്നെ ബാസ് കൂട്ടാനും കുറയ്ക്കാനും, പിന്നെ സബിന്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും, ഇത്രയും കാര്യങ്ങൾ പുതിയതായിട്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിലേക്ക് കണക്ഷൻസ് കൊടുത്തിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 12 വോൾട്ടേജ് ആണ്. SMPS ത്രൂ ആണ് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇത് ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലൊരു പാനൽ വെച്ചിട്ട് അതിന്റെ ക്വാളിറ്റി ഒന്ന് കാണിച്ചു തരാം. അതായത് ഒരു നോർമൽ ഒരു 5.1 ആംപ്ലിഫയർ ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും ഉപകാരമായിട്ടുള്ള ഒരു അടിപൊളി ഒരു കിറ്റാണ്. ഞാനൊരു ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി. നല്ല ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യേണ്ടത്, ഇതിൻ്റെ അകത്ത് ഏതൊക്കെ നമുക്ക് 2.1 എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ 5.1 ഓപ്ഷൻ ഉണ്ട്. ഇതൊരു നല്ലൊരു കാര്യമാണ്. കാരണം ഞാൻ ആ 2.1ന്റെ കിറ്റും ഇതും കൂടെ ചെക്ക് ചെയ്തിട്ട് കുറച്ചും കൂടെ എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയത് ഈ കിറ്റ് തന്നെയാണ്. കാരണം ഇതിന്റെ ക്വാളിറ്റി, നല്ലൊരു ഡീറ്റെയിലിംഗ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. കാരണം ഇത് പക്ക ഒരു 5.1നും മാത്രമായിട്ട് ചെയ്തുകൊണ്ട് അതിന്റെ ക്വാളിറ്റി നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ നമുക്കത് അറിയാൻ സാധിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇത് 2.0, അതുപോലെ തന്നെ 2.1, പിന്നെ 5.1, അങ്ങനെ 3 ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒപ്റ്റിക്കൽ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഓക്സ് 3 എന്നുള്ളത്, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഓക്സ് 2, പിന്നെ കൊയാക്സില്, പിന്നെ ARC2, ഇതിന്റെ കൂടെ തന്നെ AC3 നമുക്ക് നോക്കാം. ഇത് അടുത്തത് ഓക്സ് AC3 എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. FM വന്നിട്ടുണ്ട്.
അതേപോലെ തന്നെ മൈക്കിന്റെ നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും എക്കോ ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് അതുപോലെ തന്നെ ഓരോ ചാനൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും, അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ ട്രെബിള്, നല്ലൊരു ക്വാളിറ്റി ട്രെബിൾ ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബേസും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ സബിന്റെ വോളിയം നമുക്ക് ഇതേപോലെ തന്നെ സബിന്റെ വോളിയം കൂട്ടാം. നോർമൽ വോളിയം കൺട്രോളും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്ക് ഈ കിറ്റിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഇതിലേക്കൊരു 5.1 ഒരു ഡോൾബി DTS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡീകോഡറും കൂടെ അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ അടുത്ത് തന്നെ ഞാനത് ചെയ്യാം. ഓവറോൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു പെർഫോമൻസ് ഈ ബോർഡിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. നോർമൽ ഒരു 5.1 ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും ഉപകാരമായിട്ടുള്ള ഒരു കിറ്റാണ്. ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് അവരൊരു ARC പോർട്ടും കൂടെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് TV എന്നോ അതല്ലാതെ വേറെ ഏത് ഡിവൈസിൽ നിന്നും നമുക്ക് ഇതിലേക്ക് കണക്ഷൻസ് കൊടുത്തിട്ട് നമുക്കൊരു വർക്ക് ചെയ്യാൻ സാധിക്കും. ഏത് രീതിക്കും ഈ റിമോട്ട് കിറ്റിനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോ കൊടുക്കാം. ആവശ്യക്കാർക്ക് നമ്മുടെ വെബ്സൈറ്റ് www.dexauto.com മേടിക്കാം. അതല്ലാതെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടും മേടിക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഇതിന്റെ ടെസ്റ്റിംഗ് വീഡിയോ ഇതിന്റെ കൂടെ തന്നെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.